നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹൈവാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ എന്റെ നിശ്ചയം നടന്നു. ഞാനിപ്പോൾ അവരുടെ മകളാണെന്ന് അൽക്കമാം പപ്പയോട് പറഞ്ഞു. ഇന്ന് വിവാഹശേഷം സുഖകരമായ ദാമ്പത്യ ജീവിതത്തിന്റെ രഹസ്യം, എന്റെ സംശയങ്ങൾ മാറ്റിയ ആ അർദ്ധരാത്രിയിലെ കൂടിക്കാഴ്ച, എന്റെ 2 വലിയ തീരുമാനങ്ങളെ മാറ്റിയ ആ കാരണം, ഒടുവിൽ യോഗേഷ് ജിയുടെ വിവാഹവാർത്ത എന്നിവ നിങ്ങൾ കേൾക്കും. സുഖകരമായ ദാമ്പത്യത്തിന്റെ സൂത്രം. മകളുടെ പരിണാമം. പപ്പ വൈകാരികമായി പറഞ്ഞു, വാണി നിങ്ങളുടെ തന്നെ മകളാണ്. അവൾ ഞങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചത് വെറുമൊരു ശുഭകരമായ യാദൃശ്ചികത മാത്രമാണ്. വിവാഹശേഷം മകൾ തന്റെ വേരുകളിൽ നിന്ന് അറ്റുപോകുന്നുവെന്ന് എനിക്ക് തോന്നി. ആത്മവിശകലനം. ഈ വിവാഹത്തിലൂടെ എനിക്ക് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ സ്വപ്നിലിന് ഇതിലൂടെ എന്ത് ലഭിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. സുഖത്തിന്റെ നിയമം. ഭാര്യ തന്റെ ഭർത്താവിനെ യോഗ്യനായി കരുതുമ്പോൾ മാത്രമേ അവൾ സുഖമായിരിക്കൂ എന്നും, ഭർത്താവ് തന്റെ ഭാര്യയെ തുല്യയോഗ്യയായി കരുതുമ്പോൾ മാത്രമേ അവൻ സുഖമായിരിക്കൂ എന്നും എനിക്ക് തോന്നി. എനിക്ക് പ്രാധാന്യം നൽകി ഭാരതത്തിലേക്ക് വരാനുള്ള തീരുമാനത്തിൽ സ്വപ്നിൽ എവിടെയെങ്കിലും ദുഃഖിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അർദ്ധരാത്രിയിലെ കൂടിക്കാഴ്ചയും 2 തീരുമാനങ്ങളും. സംശയ നിവാരണം. സ്വപ്നിൽ ഹലോ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ അവനെ എന്റെ വീട്ടിലേക്ക് വിളിച്ചു. പപ്പയോട് ചാറ്റ് കഴിക്കണമെന്ന് കള്ളം പറഞ്ഞ് ഞാൻ സ്വപ്നിലിനെ എന്റെ സ്കൂട്ടിയുടെ പിന്നിലിരുത്തി. സാമീപ്യത്തിന്റെ സുഖം. സ്കൂട്ടറിൽ സ്വപ്നിൽ എന്റെ അരക്കെട്ടിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ചു. ഞാൻ കുസൃതിയോടെ പറഞ്ഞു, എന്റെ പക്കൽ നിന്ന് അല്പം സുഖം നേടാനുള്ള അവകാശം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചതായി ഞാൻ കരുതുന്നു. സ്വപ്നിൽ എന്നെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത് എനിക്ക് കൂടുതൽ അഭിമാനം നൽകി. തീരുമാനങ്ങളുടെ മാറ്റം. ഞാൻ റിംഗ് റോഡിലൂടെ സ്കൂട്ടി വേഗത്തിൽ പായിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളോടുള്ള പ്രണയം ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ ശേഷം ഞാൻ എന്റെ 2 തീരുമാനങ്ങളും മാറ്റിയിരിക്കുന്നു. ആദ്യത്തെ തീരുമാനം, വിവാഹം കഴിക്കാതെ കഴിയാം എന്ന എന്റെ ശപഥം ഇപ്പോൾ ഇല്ലാതായി. രണ്ടാമത്തെ തീരുമാനം, ഞാൻ ഇപ്പോൾ ഭാരതത്തിൽ തന്നെ കഴിയണമെന്ന വാശിയും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഭാരതത്തിൽ വന്ന് താമസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോൾ നിങ്ങളെ വിവാഹം കഴിച്ച് അമേരിക്കയിൽ വരാനും തയ്യാറാണ്. സ്വപ്നിലിന്റെ ദൃഢത. സ്വപ്നിൽ എന്റെ ത്യാഗത്തെ അഭിനന്ദിച്ചു, എങ്കിലും എന്റെ പഴയ തീരുമാനത്തെ തന്നെ പിന്തുണച്ചു. നീ ഭാരതത്തിൽ, പ്രത്യേകിച്ച് ഈ നഗരത്തിൽ തന്നെ കഴിയണം എന്ന തീരുമാനമാണ് ശരി. തീർച്ചയായും പപ്പയ്ക്ക് നിന്റെ സാമീപ്യം ആവശ്യമാണ്. തന്റെ എല്ലാ ആശങ്കകളെയും കുറിച്ച് ചിന്തിച്ച ശേഷമാണ് അവൻ ഭാരതത്തിലേക്ക് വരാൻ തീരുമാനിച്ചത്. വിവാഹ ഒരുക്കങ്ങളും ഒരു ക്ഷണവും. തിരക്കുകളും യാത്രയെപ്പം എന്റെ സംശയം മാറി. സ്വപ്നിൽ തന്റെ പൗരത്വം, വിവാഹ ഒരുക്കങ്ങൾ, അൽക്കമാമിന്റെ ബിസിനസ് പഠിക്കൽ എന്നിവയിൽ മുഴുകി. 2 മാസത്തിനു ശേഷമുള്ള ശുഭമുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടതോടെ അവിടുത്തെ ചുമതലകൾ കൈമാറാൻ അവൻ അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. യോഗേഷിന്റെ ക്ഷണം. ഞാൻ സ്കൂളിലെ തിരക്കുകളിലായിരുന്നു. ഒരു ദിവസം എന്റെ ശിഷ്യയായ സൗമ്യ തന്റെ പപ്പ യോഗേഷ് ജിയുടെ വിവാഹ ക്ഷണക്കത്ത് എനിക്ക് നൽകി. യോഗേഷ് ജി എന്റെ ഉപദേശം സ്വീകരിച്ചിരുന്നു. എന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. എന്റെ സംശയങ്ങൾ നീങ്ങി. ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും അൽക്കമാം ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ എന്റെ പുതിയ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുകയാണ്. യോഗേഷ് ജി ഒരു വിധവയെയോ വിവാഹമോചിതയെയോ ആണോ വിവാഹം കഴിക്കുന്നത്? 2 മാസത്തിനു ശേഷം സ്വപ്നിൽ മടങ്ങിവരുമ്പോൾ എന്ത് സംഭവിക്കും? വിവാഹബന്ധം, പ്രണയ സമർപ്പണം, സന്തോഷത്തിനായുള്ള ഒരുക്കം. പ്രേം അൻമോൾ ഹോദ ഹൈവാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 66. ദാമ്പത്യ സുഖത്തിന്റെ സൂത്രം. അർദ്ധരാത്രിയിലെ കൂടിക്കാഴ്ച, പിന്നെ മാറ്റം വന്ന എന്റെ 2 തീരുമാനങ്ങളും. സഹോദരി, എനിക്കും ഇന്ന് തോന്നുന്നു വാണി നിങ്ങളുടെ തന്നെ മകളാണെന്ന്. അവൾ ഞങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചത് വെറുമൊരു ശുഭകരമായ യാദൃശ്ചികത മാത്രമാണ് എന്ന് പപ്പ വിനയപൂർവ്വം വൈകാരികമായി പറഞ്ഞു. ഞാൻ ചിന്തിക്കുന്നു, എല്ലാ പെൺകുട്ടികളുടെയും ജീവിതത്തിലെ അവസാന ഘട്ടം ഇതുതന്നെയാണ്. വിവാഹിതയാകുന്നതോടെ അവൾ സ്വന്തം വേരുകളിൽ നിന്ന് അറ്റുപോകുന്നു. അപ്പോൾ മുത്തച്ഛൻ പപ്പയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. പരസ്പരം വന്ദിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞു. ഉറങ്ങുന്നതിന് മുമ്പ് തനിച്ച് അന്നത്തെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്റെ ശീലമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ദിവസം എനിക്ക് ഇതുവരെ ലഭിച്ച ഏറ്റവും വലിയ നേട്ടമായി തോന്നി. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെയുള്ളിൽ ഒരു ചോദ്യമുയർന്നു, വിവാഹം കഴിക്കുന്നതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് എന്ത് ലഭിക്കും? എന്റെ കാര്യത്തിൽ ആ ചോദ്യത്തിന്റെ അർത്ഥത്തെ ഞാൻ തന്നെ നിഷേധിച്ചു. ഈ വിവാഹത്തിലൂടെ എനിക്ക് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ചോദ്യം ഇതാകണം, വിവാഹശേഷം ഞാൻ സ്വപ്നിലിനും അവന്റെ കുടുംബത്തിനും എന്ത് നൽകണം? ഇതേ ക്രമത്തിൽ എന്റെ ഉള്ളിലേക്ക് ഒരുപാട് ചിന്തകൾ വരുന്നു. എനിക്ക് തോന്നുന്നു, ഭർത്താവിനെ തന്നേക്കാൾ യോഗ്യനും ബുദ്ധിമാനുമായി കാണുന്ന ഭാര്യയുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ഒരു ഭാര്യ ഇങ്ങനെയെങ്കിൽ എങ്ങനെയുള്ള ഭർത്താക്കന്മാരാണ് സുഖമായിരിക്കുക? എന്റെ ഉള്ളിലെ ആഗ്രഹങ്ങളെ നിരീക്ഷിച്ചപ്പോൾ അതിനുള്ള ഉത്തരം എനിക്ക് ലഭിച്ചു. ഭർത്താവ് തന്റെ ഭാര്യയെ തുല്യയോഗ്യയായും ബുദ്ധിമതിയായും കാണുമ്പോൾ മാത്രമേ അവൻ സന്തുഷ്ടനാകൂ. അതായത് സ്വപ്നിലിനെ എന്നേക്കാൾ യോഗ്യനായി കാണാൻ എനിക്ക് പ്രയാസമില്ല. എങ്കിലും സ്വപ്നിൽ എന്നെ തുല്യയായി സ്വീകരിച്ചാൽ മാത്രമേ അവൻ സുഖമായിരിക്കൂ.
ഈ സാഹചര്യത്തിൽ ഭാരതത്തിൽ വരാനുള്ള സ്വപ്നിലിന്റെ തീരുമാനം അവനേക്കാൾ എനിക്ക് പ്രാധാന്യം നൽകുന്നതുപോലെ തോന്നുന്നു. ഇതിൽ അവൻ എവിടെയെങ്കിലും ദുഃഖിക്കുമോ എന്ന ആശങ്ക എനിക്കുണ്ടായി. എന്നെ വിവാഹം കഴിച്ച് സ്വപ്നിൽ ദുഃഖിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. അവൻ എന്നും സന്തോഷമായിരിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഞാൻ മനസ്സിലൊരു തീരുമാനമെടുത്തു. ശേഷം സ്വപ്നിലിനെ ഫോൺ വിളിച്ചു. അവൻ ഹലോ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ ചോദിച്ചു, സ്വപ്നിൽ, നിനക്കിപ്പോൾ എന്റെ വീട്ടിലേക്ക് വരാൻ കഴിയുമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ വരാം, പക്ഷെ ഈ സമയത്ത് വരുന്നത് ശരിയാണോ? അങ്കിൾ എന്തു വിചാരിക്കും എന്ന് സ്വപ്നിൽ സംശയത്തോടെ ചോദിച്ചു. ഇതിൽ പ്രശ്നമൊന്നുമില്ല. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി എന്ന് ഞാൻ മറുപടി നൽകി. ശരി, എന്നാൽ അഡ്രസ്സ് അയച്ചു തരൂ, ഞാൻ വരാം എന്ന് സ്വപ്നിൽ സമ്മതിച്ചു. ഞാൻ അഡ്രസ്സ് അയച്ചു. പപ്പ ടിവി കാണുകയായിരുന്നു. ഞാൻ പറഞ്ഞു, പപ്പ, സ്വപ്നിൽ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ സമയത്തോ? ഇപ്പോൾ രാത്രി 10 മണിയായല്ലോ എന്ന് പപ്പ അത്ഭുതപ്പെട്ടു. ഞാനാണ് അവനെ വിളിച്ചത്. അവനൊപ്പം ഗൂഗിൾ ചാറ്റിൽ പോയി ചാറ്റ് കഴിക്കണമെന്ന് തോന്നി എന്ന് പറഞ്ഞു പുറത്തുപോകാൻ അനുവാദം ചോദിച്ചു. പപ്പ ശരി എന്ന് പറഞ്ഞു. സ്വപ്നിൽ വന്നു. പപ്പ വാതിൽ തുറന്നപ്പോൾ അവൻ പപ്പയുടെ കാൽതൊട്ട് വന്ദിച്ചു. ചിരഞ്ജീവി ഭവ സ്വപ്നിൽ. വിശേഷ സന്ദർഭങ്ങളിൽ മാത്രം കാൽതൊട്ട് വന്ദിക്കുക. ഇങ്ങനെ എല്ലാ തവണയും കാണുമ്പോൾ വന്ദിക്കുന്നത് അത്ര നന്നല്ല എന്ന് പപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സ്വപ്നിൽ ചിരിച്ചുകൊണ്ട് തലയാട്ടി അത് മനസ്സിലായി എന്ന് കാണിച്ചു. വരൂ, ഇവിടുത്തെ പ്രശസ്തമായ ചാറ്റ് കഴിക്കാൻ പോകാം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തയ്യാറായിരുന്നു. അവനെ ഒന്നിരിക്കാൻ പോലും ഞാൻ അനുവദിച്ചില്ല. സ്വപ്നിൽ കാറിലല്ല ഓട്ടോയിലാണ് വന്നത്. അത് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ സ്കൂട്ടിയുടെ കീയെടുത്തു. അവനെ പിന്നിലിരുത്തി. ഇത് കുതിര സവാരിയൊന്നുമല്ല, എങ്കിലും സുരക്ഷയ്ക്കായി നിങ്ങൾക്ക് എന്നെ പിടിക്കാം എന്ന് കുസൃതിയോടെ ഞാൻ പറഞ്ഞു. സ്വപ്നിൽ ചിരിച്ചുകൊണ്ട് പിന്നിലൂടെ എന്റെ അരക്കെട്ടിൽ കൈകൾ ചുറ്റിപ്പിടിച്ചു. എന്റെ കാര്യം വിട്, നീ സുരക്ഷിതയായിരിക്കുമോ എന്ന് അവൻ കുസൃതിയോടെ ചോദിച്ചു. എന്റെ പക്കൽ നിന്ന് അല്പം സുഖം നേടാനുള്ള അവകാശം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചതായി ഞാൻ കരുതുന്നു എന്ന് ഞാൻ പുഞ്ചിരിച്ചു പറഞ്ഞു. അതിനെനിക്ക് ക്ഷമയുണ്ട്. എങ്കിലും നിന്റെ അനുവാദത്തോടെ ഈ സുഖം നേടുന്നത് ശരിയാണ്. നിനക്കൊപ്പം അമേരിക്കയിലുണ്ടായിരുന്നപ്പോൾ എനിക്ക് പലപ്പോഴും ഈ സന്തോഷം ലഭിച്ചിട്ടുണ്ട് എന്ന് സ്വപ്നിൽ സമ്മതിച്ചു. അവന്റെ വാക്കുകൾ എനിക്കിഷ്ടപ്പെടുന്നു. വിവാഹം നടക്കാൻ പോകുന്നതിനാൽ ഇത്രയും സാമീപ്യം ഞങ്ങൾക്കിടയിലാകാം. നിങ്ങൾക്കും ഇതിലൂടെ സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് സ്വപ്നിൽ എന്നോട് ചോദിച്ചില്ല. അവന്റെ സ്വഭാവം എനിക്കറിയാം. അവൻ എന്റെ അസ്വസ്ഥത കാണാൻ ആഗ്രഹിക്കില്ല. എന്നെ ഇത്രയേറെ കരുതുന്ന ഒരാൾ ഭർത്താവായി വരുന്നു എന്നതിൽ എനിക്ക് വീണ്ടും അഭിമാനം തോന്നി. ചാറ്റ് എന്നത് വെറുമൊരു കാരണമായിരുന്നു. എനിക്ക് അവന്റെ സാമീപ്യം ആസ്വദിക്കണമായിരുന്നു. ഞാൻ നേരെ പോകാതെ സ്കൂട്ടി റിംഗ് റോഡിലേക്ക് തിരിച്ചു. നിങ്ങളെ സ്നേഹിച്ച ശേഷം ഞാൻ എന്റെ 2 തീരുമാനങ്ങളും മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. എന്റെ വാക്കുകൾ കേൾക്കാൻ സ്വപ്നിൽ എന്റെ തോളിന് മേൽ തല ചായച്ചു. ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് എനിക്ക് ആ സൗകര്യം ലഭിച്ചു. സ്വപ്നിൽ ഇത്രയടുത്ത് നിൽക്കുന്നത് എനിക്ക് വലിയ സന്തോഷം നൽകുന്നു. അവൻ കാറിൽ വരാതിരുന്നത് നന്നായി എന്ന് ഞാൻ കരുതി. ഏത് തീരുമാനങ്ങൾ എന്ന് സ്വപ്നിൽ ചോദിച്ചു. ഞാൻ വിവാഹം കഴിക്കാതെ ജീവിതം കഴിയണമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ നിന്നെ കണ്ടുമുട്ടിയതോടെ അത് പ്രയാസമായി തോന്നി. അതിനാൽ ആ തീരുമാനം മാറ്റി നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു എന്ന് സത്യം പറഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ തീരുമാനം എന്താണ് മാറ്റിയത് എന്ന് സ്വപ്നിൽ ചോദിച്ചു. അത് പറയാനാണ് ഇപ്പോൾ നിന്നെ വിളിച്ചത് എന്ന് പറഞ്ഞു. അതായത് നിനക്ക് ചാറ്റ് കഴിക്കണമെന്ന് ആഗ്രഹമില്ല എന്നാണോ എന്ന് സ്വപ്നിൽ ചോദിച്ചു. സ്വപ്നിൽ, ഞാനിപ്പോൾ ഭാരതത്തിൽ തന്നെ ഇരിക്കണമെന്ന വാശിയും ഉപേക്ഷിച്ചു. എനിക്ക് വേണ്ടി നീ ഇങ്ങോട്ട് വരേണ്ടതില്ല. ഞാൻ നിനക്കൊപ്പം അമേരിക്കയിൽ വരാനും തയ്യാറാണ് എന്ന് പറഞ്ഞു. വാണി, ഞാനിപ്പോൾ നിന്റെ പപ്പയെയും നിന്റെ വീടിനെയും കണ്ടു. ഭാരതത്തിൽ, പ്രത്യേകിച്ച് ഈ നഗരത്തിൽ കഴിയുന്നതാണ് ശരിയായ തീരുമാനം. പപ്പയ്ക്ക് നിന്റെ സാമീപ്യം ആവശ്യമാണ് എന്ന് സ്വപ്നിൽ പറഞ്ഞു. സ്വപ്നിൽ എന്റെ പഴയ തീരുമാനത്തെ ഇങ്ങനെ പിന്തുണച്ചത് എനിക്ക് വലിയ സന്തോഷമായി. അവൻ എന്റെ ആഗ്രഹത്തെ മാനിക്കുന്നു എന്ന് മാത്രമല്ല, പപ്പയുമായുള്ള എന്റെ ബന്ധത്തെയും അവൻ മനസ്സിലാക്കിയിരിക്കുന്നു. പപ്പയ്ക്കായി അൽക്കമാം എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താതിരിക്കില്ല. നിന്റെ മുന്നിൽ ഇത്ര വലിയ ജീവിതമുണ്ട്. ഭാരതത്തിലുള്ള തീരുമാനത്തിൽ നിനക്ക് എപ്പോഴെങ്കിലും ദുഃഖം തോന്നരുത്, അത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഭാവി എപ്പോഴും അനിശ്ചിതമാണ്. ഞാനിപ്പോൾ ഭാരതത്തിൽ വരാൻ ആഗ്രഹിക്കുന്നതുതന്നെ അതിന് സാക്ഷിയാണ്. പണ്ട് ഞാൻ ഇത് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്ന് സ്വപ്നിൽ വ്യക്തമായി പറഞ്ഞു. അതായത് നിങ്ങൾ ഒരുപാട് ആലോചിച്ചാണ് ഈ തീരുമാനം എടുത്തത് എന്നാണോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ എല്ലാ കാര്യങ്ങളും ആലോചിച്ചു ശേഷമാണ് ഈ തീരുമാനമെടുത്തത്. എന്ത് സാഹചര്യം വന്നാലും നിന്റെ കൂടെയുണ്ടെങ്കിൽ ഈ ദൃഢത എനിക്കുണ്ടാകും എന്ന് സ്വപ്നിൽ പറഞ്ഞു. സ്വപ്നിലിനെ വിളിച്ച ഉദ്ദേശ്യം സഫലമായി. എന്നെ വിവാഹം കഴിക്കണമെന്ന ചിന്തയാണ് അവനെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ അവൻ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ്. എന്റെ സംശയം തീർന്നതോടെ അവന്റെ സാമീപ്യത്തിന്റെ മധുരം ഞാൻ വീണ്ടും അനുഭവിച്ചു. അത് കുറച്ചുനേരം കൂടി തുടരണമായിരുന്നു എന്ന് തോന്നിയെങ്കിലും രാത്രിയാകുന്നതിനാൽ സ്കൂട്ടി ചാറ്റ് കടയുടെ ഭാഗത്തേക്ക് തിരിച്ചു. എനിക്ക് രാത്രി ഒന്നും കഴിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു. സ്വപ്നിലിനായി മാത്രം ദഹി പാപ്പടിയും ആലു ടിക്കിയും വാങ്ങി. അവൻ ഒറ്റയ്ക്ക് കഴിക്കാൻ മടിച്ചു. അവൻ തന്റെ പ്ലേറ്റിൽ നിന്ന് എനിക്ക് കൂടി വാരിത്തന്നു.
അവൻ മറ്റൊരു സ്പൂൺ വാങ്ങാൻ ശ്രമിച്ചുവെങ്കിലും അവന്റെ സ്പൂണിൽ നിന്ന് കഴിക്കുന്നതാണ് എനിക്ക് സുഖമായി തോന്നിയത്. ശേഷം സ്വപ്നിൽ എന്നെ വീട്ടിലാക്കി സ്കൂട്ടിയുമായി തിരിച്ചുപോയി. അടുത്ത മാസങ്ങളിൽ സ്വപ്നിൽ തന്റെ പൗരത്വ സംബന്ധമായ കാര്യങ്ങളിലും വിവാഹ ഒരുക്കങ്ങളിലും തിരക്കിലായിരുന്നു. 2 മാസത്തിനു ശേഷം വിവാഹ മുഹൂർത്തം നിശ്ചയിച്ചതോടെ അവൻ അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. അവിടെ ചുമതലകൾ ഏൽപ്പിച്ചു വരണം. ഇവിടെ വിവാഹ ഒരുക്കങ്ങൾ അൽക്കമാം ഏറ്റെടുത്തു. ഞാൻ പതിവുപോലെ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. സൗമ്യ ഇപ്പോഴും എന്റെ പ്രിയപ്പെട്ട ശിഷ്യയാണ്. അവളുടെ പപ്പ യോഗേഷ് എന്നോട് ആലോചന ചോദിച്ച കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം സൗമ്യ വന്ന് അവളുടെ പപ്പ യോഗേഷ് ജിയുടെ വിവാഹ ക്ഷണക്കത്ത് എനിക്ക് നൽകി. സമാലോകനം. പ്രിയ ശ്രോതാക്കളെ, എപ്പിസോഡ് 66 വിവേകത്തിന്റെയും യഥാർത്ഥ പ്രണയത്തിന്റെയും കഥയാണ്. 2 ബുദ്ധിശാലികളായ വ്യക്തികൾ തങ്ങളുടെ ബന്ധത്തെ സംശയങ്ങൾക്ക് അതീതമായി എങ്ങനെ ദൃഢമാക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിവാഹ വിശേഷങ്ങൾ കാണാം. എപ്പിസോഡ് 66 അവസാനിച്ചു.